Good morning, sir. Yes. Good morning, Good morning, Achu. sir. Sir. Good morning, Sahiba. Good morning, Revati. Good morning. Good morning, Good sir. Good morning, sir. Yes, Unnimaya. Anu, good morning. Good morning, sir. Sedulashmi, Good morning, sir. hey, good morning. Good morning, sir. Vidya, good morning. Yes. ആരംഭിച്ചാലോ രശ്മേ? Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ആരംഭിക്കാം അല്ലേ? ഓക്കെ. ആരാണ് പ്രയർ? പാർവതി. ആരാണ് പ്രയർ? രേവതി. ഞാൻ പറയാം. യെസ്, ഓക്കെ. Lord, this morning I thank you for this day, a day filled with joy, growth, opportunities, and blessings. This is a day that you have made. I am so thankful for your goodness and grace that you that abounds in my life. Thank you for providing for my every need according to the richness of your glory. Amen. Yes, very good, Revati. Aishwarya, good morning. Yes. Thought of the day? Sign on. Thought of the day പറയാം. Yes. ഇതെല്ലാരും കഥ തിരക്കഥ സംഭാഷണ സംവിധാനം രേവതിയാണല്ലേ? ഓക്കെ. Life has no remote control. Get up and change it by yourself. Yes. There is no remote control. Yes. Okay. നമ്മൾ ബാലചന്ദ്ര മേനോന്റെ സിനിമ പോലെയാണ് ഇന്നത്തെ പരിപാടി. കഥ രേവതി, തിരക്കഥ രേവതി, സംഭാഷണം രേവതി, സംവിധാനം രേവതി, നടൻ രേവതി. നടൻ എന്നുള്ളതിന് പകരം നടി എന്നാക്കിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഓൾ ഇൻ ഓൾ. പണ്ട് നമ്മുടെ കപിൽ ദേവിനെ കുറിച്ച് പറയാറ് ക്രിക്കറ്റിലെ, ഈസ് ആൻ ഓൾറൗണ്ടർ. ബൗൾ ചെയ്യണോ ഓക്കെ, ഫീൽഡ് ചെയ്യണോ ഓക്കെ, ബാറ്റ് ചെയ്യണോ ഓക്കെ, ഓൾറൗണ്ടർ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും ഓൾറൗണ്ടർ ആവണം. ഒരെണ്ണത്തിൽ എക്സ്പെർട്ട് ആവുകയും വേണം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് കോൺകോഡിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഐ ഹാവ് വെച്ചിട്ട് കുറച്ച് സെന്റൻസുകൾ പറഞ്ഞു. ഐ ഹാവ് എ കൗ, ഐ ഹാവ് എ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺകോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഐ ഹാവ് വെച്ചാൽ എനിക്കുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. അപ്പൊ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാലും എനിക്ക് ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതായിട്ട് കാണുന്ന പല സംഗതികളുണ്ടാവും. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തില്ല, നീളമുള്ള മുടിയില്ല. ഐ ഡോണ്ട് ഹാവ് റെഡ് ചുരിദാർ, എനിക്ക് എന്തില്ല, റെഡ് കളറിലുള്ള ചുരിദാറില്ല. ഐ ഡോണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത സംഗതികൾ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഡോണ്ട് ഹാവ് ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുക 5 കാര്യങ്ങൾ ഒന്ന് നോക്കി. 5 ഐറ്റംസ് ഇഷ്ടമുള്ളത് പറയാം. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ, ഐ ഡോണ്ട് ഹാവ് ബിഗ് ഹൗസ്, ഇതൊക്കെ ഇല്ല എങ്കിൽ നമുക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ കാർ,
അപ്പൊ ഇല്ല എന്ന അർത്ഥമാണ് ഡോണ്ട് ഹാവ്. നമ്മൾ ഇന്ന് ആദ്യം ഡോണ്ട് ഹാവിന്റെ യൂസേജിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് കോൺകോഡിലോട്ട് കിടക്കാം. യെസ്, രേവതി റെഡിയാണോ? 5 ഐറ്റം കിട്ടിയോ? കിട്ടി? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. അച്ചു റെഡിയാണോ? ഐ ഡോണ്ട് ഹാവ്. Yes, sir. യെസ്, അപ്പൊ അച്ചു റെഡിയാണ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് സംഗതികൾ കുറച്ച് കിട്ടാവില്ല. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് എല്ലാം ഉണ്ട് അല്ലേ എന്നൊരു തോന്നൽ വരുന്നത് അല്ലേ. യെസ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 5 ഐറ്റംസ് നിങ്ങൾക്ക് ഇല്ലാത്ത ഇരിക്കുന്ന ഒരു 5 ഐറ്റംസ് ഒരുപക്ഷെ നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചു. ഐ ഡോണ്ട് ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോൺകോഡിലോട്ട് പോകാം. യെസ്, അച്ചു എന്ന് പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഹാവ്. I don't have. അച്ചു ശബ്ദം വളരെ കുറവാണല്ലോ. I don't have long hair. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ. സാറേ ആലോചിക്കാൻ സമയം തന്നെ. യെസ്, അവിടെ ഇത് ചുറ്റും കൂടെ നോക്കി നല്ല ആൾക്കാരുണ്ട്. ഇല്ല, അപ്പൊ ഐ ഡോണ്ട് ഹാവ് ഗുഡ് നൈബേഴ്സ്. എടുക്കട്ടെ. I have good neighbors. ഗുഡ് നൈബേഴ്സ്. ഓ, അത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം. പിന്നെ അവിടെ നമ്മൾ മുറ്റത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്തൊരു ഗാർഡൻ ഇല്ല. അപ്പൊ ഐ ഡോണ്ട് ഹാവ് എ ഗുഡ് ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ഒരു കിണർ നോക്കുമ്പോൾ അവിടെ കാണാനില്ല. ഓ, അലീന പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ന്യൂ ഡ്രസ് ഫോർ ദിസ് വെഡിങ്. ഓക്കെ, യെസ്. ഈ ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുകഥ ഉണ്ട് ഇംഗ്ലീഷിൽ, കേട്ടിട്ടുണ്ടോ അലീന? യെസ്. ഓക്കെ, ഇത് കേട്ട് പറയാം കേട്ടോ. അങ്ങോട്ട് വരാം. പറഞ്ഞു വെച്ചു. കറക്റ്റ് ആണ് പറഞ്ഞത്. I don't have a pets in house. Eh? I don't have a pets in the house. Yes, okay. I don't have a motorcycle in the house. Yes. രേവതിയുടെ 5 റെഡി ആയിട്ടുണ്ടെന്ന ഇരിക്കും ഭാവം ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. യെസ്. I don't have any flowers, any flowers in the house. യെസ്, ഓക്കെ. ഓക്കെ. അലീന പറയുന്നു ഐ ഡോണ്ട് ഹാവ് ഐഫോൺ. ഓ, ഐഫോൺ 17 Pro Max. യെസ്, ഓക്കെ. ഇതൊക്കെ വരും അലീമ, പേടിക്കണ്ട. യെസ്, ഓക്കെ. ഓക്കെ അച്ചു, ഒന്നുകൂടി ആലോചിച്ചോളൂ. ഒരു 1-2 കൂടെ അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. യെസ്, രേവതി റെഡിയാണെന്നറിയാം. രേവതി പറയും. രേവതിയുടെ മുഖത്തുള്ള സന്തോഷം. I don't have a car. I don't have a laptop. Correct. I don't have a well in my home. Yes, I don't have a well in front of my home. I don't have a fancy shop near my home. I don't have a Fancy shop. I don't have a fancy shop. I should have പറയുന്നു I don't have 4-wheeler license. Okay. Revely continue. And I don't have a good mentor in my life when I need. I don't have a good Mentor. Yes. Next. Enjoy. അഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 എന്ന് വേണമെന്ന് നിർബന്ധമില്ല. ഇതിലേക്ക് അങ്ങനെ കണക്ക് പറഞ്ഞോ മുംതാസെ. അത് കഴിഞ്ഞ സേതുലക്ഷ്മിയോട്ട് വരാം. യെസ്. പറയട്ടെ. I don't have laptop. I don't have bad behavior. ഓ, നോക്കിയേ. I don't have bad behavior. എനിക്ക് മോശമായിട്ടുള്ള സ്വഭാവമില്ല. വെറൈറ്റി പിടിച്ചോ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറൊന്നും കൂടി ഉണ്ട്. I don't have good communication skill. I don't have good communication skill. പക്ഷെ ഒരു എളിമയായി പോയില്ലേ? ഓക്കെ. I don't have oven in my kitchen. Yes, okay. Then I don't have car. I don't have house. Yes, okay. ആ ഹൗസ് എന്നുള്ള സ്ഥലത്ത് നമുക്കൊരു OWN ഫോൺ കൂടി ചേർക്കാം. I don't have own house. സ്വന്തമായിട്ടൊരു വീട്. വീടിന്
but all house. Okay. Very good, Mumtaz. Very good. Tara, you get ready. Sedu, start it. Sedu Rashmi. Good morning, sir. Okay, good morning. I don't have a shop. I don't have a shop. Camera. I don't have a headset. Yes, I don't have a headset. Well. കിണറാണ് ഉദ്ദേശിച്ചത്? Okay. I don't have a well. Okay. Don't have a pot. പിന്നെ I don't have a car. I don't have a car. I don't have shop. Yes, I don't have a shop. Okay, Sedu, very good. Sedu, ആ പ്രദേശത്ത് നിന്ന് പോയിട്ടില്ല, അവിടെ നിന്നുകൊണ്ടുള്ള അഭ്യാസമാണ് സേതു കാണിച്ചത്. ഓക്കെ, ഉണ്ണിമായ, യു ഗെറ്റ് റെഡി. താര പറഞ്ഞോളൂ. Sir, I don't have a motorcycle. I don't have a motorcycle. I don't have a brother. Yes. I don't have mango tree in the house. I don't have mango tree in front of my house. Okay. I don't have a job. Yes. Oh, ആരും പറയാത്തൊരു സംഗതി പറഞ്ഞിട്ട്. I don't have a job. എനിക്കൊരു ജോലിയില്ല. Yes. Okay. അതൊക്കെ വരുത്താരാ, പേടിക്കണ്ട. Yes. I don't have a best friend. ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ട് ആര് പറയുമെന്ന്. I don't have a best friend എന്ന് ആര് പറയുമെന്ന് വിചാരിച്ചുള്ള കറക്റ്റ് താരം പറഞ്ഞു. വെരി ഗുഡ്. ഈ MT12 ക്ലാസ്സുകളുണ്ട്. ഇപ്പൊ അതിനകത്ത് ആകെ വരുന്നത് 1-2 പേരാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ക്ലാസ് കഴിയും. മിക്കവരും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വഹിക്കുന്നു, മിക്ക സ്കൂളുകളിലും. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് പറയും ക്ലാസ്സിൽ കയറുന്ന ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ ഞങ്ങളൊക്കെ ക്ലാസ്സിലാണ്. യെസ്, എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ പറഞ്ഞില്ല, I don't have job എന്ന് പറഞ്ഞില്ലേ, ജോലിയൊക്കെ വരും. യെസ്, ബി ക്വാളിഫൈഡ്. ഓക്കെ, ഡോണ്ട് വറി. ഐശ്വര്യ സെൽവൻ, യു ഗെറ്റ് റെഡി. ഉണ്ണിമായ, സ്റ്റാർട്ട്. Okay, sir. Okay. I don't have a good best friends in my life. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ചേർക്കരുത്. ഒരാളുണ്ടെങ്കിൽ മാത്രം എ എന്ന് ചേർക്കാവുള്ളൂ. ഒന്നിൽ കൂടുതലാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു എന്ന് കണ്ട് പിന്നെ ഒന്നിൽ കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ I don't have best friends. I don't have a driving license. I don't have a driving license. I don't have good mobile phone. I don't have good mobile phone. I don't have a scooty. I don't have a scooty. Yes. Okay, ഉണ്ണിമായ പേടിക്കണ്ട, ഇതെല്ലാം ഉണ്ണിമായെ തേടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. യെസ്, ഡോണ്ട് വറി. യെസ്. അപ്പൊ അലീമ പറയുന്നു, I don't have confidence to face the people on the stage. സ്റ്റേജ് ഫിയർ ഉണ്ടെന്നാണ് അലീമ പറയുന്നത്. യെസ്, ഓക്കെ. അതൊക്കെ ആദ്യത്തെ ഒരു പ്രാവശ്യം കയറുമ്പോഴാണ് ഒരു കോൺഫിഡൻസ് കുറവുള്ളൂ. ഞാൻ അതിന്റെ ഈ സ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. ഒരു പള്ളിയിൽ വെച്ചിട്ട കഥയത്, ജസ്റ്റ് ഫോർ ഫൺ, തമാശയായിട്ട് എടുത്താൽ മതി. യെസ്. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. യെസ്. അപ്പോ ഒരു പള്ളിയിലെ ഒരു അച്ഛൻ, അദ്ദേഹം വൈദികനായി കഴിഞ്ഞതിന് ശേഷം ഒരു ഇടവകയിൽ ചാർജ് എടുത്തേക്കാണ്. അപ്പൊ പിറ്റേ ഞായറാഴ്ച പുള്ളിനോട് പറഞ്ഞ് പ്രസംഗിക്കാൻ പറഞ്ഞു. പുള്ളിയാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ പുള്ളിക്ക് ഏറ്റവും വലിയ പേടിയാണ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞിരിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടോ. നേരത്തെ അലീമ പറഞ്ഞ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പൊ പുള്ളി പിറ്റേ ഞായറാഴ്ച പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തു, പ്രസംഗം എഴുതി തയ്യാറാക്കി. അത് കാണാതെ വായിച്ചു പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലിരിക്കുന്ന കണ്ണാടിയിൽ നോക്കി കയ്യും കാലൊക്കെ എടുത്ത് പറഞ്ഞു നോക്കി പല പ്രാവശ്യം. അപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞായറാഴ്ച എത്തി. അങ്ങനെ പുള്ളി പ്രസംഗിക്കാൻ നേരമായി പ്രസംഗിക്കാൻ അങ്ങോട്ട് കയറി. അപ്പൊ ആളുകൾ മുഴുവൻ ഇങ്ങനെ നോക്കിയല്ലേ, 10,000 പേരുണ്ട് പള്ളിയിൽ. അപ്പൊ ഒരു 2,000 കണ്ണുകൾ ഇങ്ങനെ നേരെ വരികയാണ്. പുള്ളിയുടെ കയ്യും കാലും തളരുന്ന പോലെ പുള്ളിക്ക് തോന്നി. പക്ഷെ പ്രസംഗം പുള്ളി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പുള്ളി ഒരു കണക്കിന് ഫസ്റ്റ് വരി പറഞ്ഞു. ആ വരി ഇതായിരുന്നു, ബിഹോൾഡ് ഐ ആം കമ്മിങ്. ആ വരിയുടെ അർത്ഥം ഞാനിതാ വരുന്നു എന്നുള്ള ഒരു സെന്റൻസ് ആണ്. ഞാനിതാ വരുന്നു. പക്ഷേ രണ്ടാമത്തെ വരി ഓർമ്മയിൽ കിട്ടുന്നില്ല.
അപ്പോ നമ്മൾ പണ്ട് കാലത്ത് ചെയ്ത പോലെ ഒന്നുകൂടി ആദ്യത്തെ പറഞ്ഞു നോക്കൂല. പുള്ളി വീണ്ടും ബിഹോൾഡ് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞു, എന്നിട്ടും ബാക്കി കിട്ടുന്നില്ല. മൂന്നാമത് പറഞ്ഞു ബിഹോൾഡ് ഐ ആം കമ്മിങ്, എന്നിട്ടും ബാക്കി കിട്ടുന്നില്ല. അപ്പൊ പുള്ളിക്ക് തല കറങ്ങുന്ന പോലെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കല്ലേ. ആ തൊട്ടും മുന്നിൽ ഒരു മൈക്ക് ഇരിപ്പുണ്ട്. ആ മൈക്കിൽ കയറി ഒരു ബലത്തിന് പിടിച്ചു. മൈക്കും പുള്ളിയും കൂടി കിടന്ന് കറങ്ങുന്ന പോലെ തോന്നി. പുള്ളി തല കറങ്ങി താഴേക്ക് വീണു. അപ്പൊ തൊട്ട് മുന്നിൽ ഒരു പ്രായമുള്ള സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിലേക്കാണ് ചെന്ന് വീണു. അപ്പൊ അവർക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റി. അപ്പോ ഒരു വണ്ടി വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ പ്രസംഗമില്ലാതെ അന്നത്തെ കുർബാന അവസാനിച്ചു. വൈകുന്നേരമായപ്പോ ഈ അച്ഛന് ഭയങ്കര ചമ്മലായി. കാരണം ഒരു സ്ത്രീ എവിടെ കിടക്കുകയാണ്? ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ കാര്യം ചെയ്യാം, ചെന്ന് ഒരു ക്ഷമ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഈ ചേട്ടത്തിയാര് ഒരു മുറി കിടപ്പുണ്ട്. അവരുടെ തടിമാടന്മാരായ മക്കളൊക്കെ അവിടെ അരികത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? അല്പം മാറി നിന്നു. മക്കളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ആ ചേട്ടത്തി അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ചേട്ടത്തി ഒരു അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, അതിന് അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ല, തെറ്റ് ചെയ്തത് ഞാനാണ്. കാരണം 3 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു, ഞാനിതാ വരുന്നു. എന്റെ നേരെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ അവിടെ നിന്നും മാറിയില്ല. അപ്പോ അനുസരണക്കേട് കാണിച്ചത് ആരാണ്? ഞാനാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റുകാരി അച്ഛനല്ല, ഞാനാണെന്ന് പറയുന്നു. യെസ്, ഞാൻ ഈ കഥയുടെ 2ാം പകുതി പിന്നീട് ഇതേ മനുഷ്യനെ ഞാൻ പിന്നീട് കാണുകയാണ്. അപ്പോ ഒരു ഞങ്ങളുടെ നാട്ടില് മുനമ്പത്തുനിന്ന്, തൊട്ടടുത്ത നാടല്ല, മുനമ്പത്ത് നമുക്ക് വൈപ്പിൻ വരെ കടലിന്റെ സൈഡ് പിടിച്ച് നമുക്ക് വണ്ടിക്ക് പോകും. ഒരു തീരദേശ റോഡുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതിലേക്ക് പോവാം. ഒരു കടൽ കണ്ട് ഇങ്ങനെ അവിടെ പോവാല്ല. സൈഡ് കടലിന്റെ അരികത്തൂടെ ഉള്ള റോഡാണ്. യെസ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു തീരദേശ സമരവുമായി ബന്ധപ്പെട്ട് ഈ പുള്ളി നിന്ന് പ്രസംഗിക്കും. അടിപൊളി പ്രസംഗം. പഴയ ആളെയല്ല, വേറെ ലെവലായി. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അലീമ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് മാറും. യെസ്, മാറിയിട്ട് അടിപൊളിയായിട്ട് തകർക്കാനായിട്ട് നമുക്ക് സാധിക്കും. യെസ്. പിന്നെ ഭയപ്പെട്ട് മാറി നിൽക്കരുത്, എപ്പോഴും അവിടെ കയറിക്കൊണ്ടു വന്നോർത്ത് വെച്ച് കടന്നേ. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. പണ്ട് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ എന്ത് പരിപാടിക്കും ഉണ്ടാവും. എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയുടെ അതിന്റെ ഇടയിലൊക്കെ പയ്യനുണ്ടാവും. അല്ല, ആ പയ്യൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കണം. ഒരു വളരെ കറുത്തിട്ട് ഒരു വണ്ണം കുറഞ്ഞൊരു പയ്യൻ, എപ്പോഴും നല്ല ലൂസ് കളറിൽ ഷർട്ട് ഇട്ടുള്ള വരുള്ളൂ. ഉച്ചയാകുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ വന്നിട്ട്, അതെ 50 പൈസ വരും, 1 രൂപ വരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് ഇവിടെ ക്യാൻറ്റീനിൽ പോയിട്ട് പുള്ളി ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം. ഇപ്പോ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ പയ്യനെ വിളിച്ച പേരാണ് സലീം കുമാർ. സിനിമയുടെ സലീം കുമാറാണ്. യെസ്. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പുള്ളി എന്നെക്കാളും ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അതേ കോളേജിൽ പുള്ളി പ്രീ ഡിഗ്രിയാണ്. യെസ്. പഠിക്കാനും അത്ര വലിയ മിടുക്കനായിരുന്നില്ല. വലിയ റെക്കോർഡ് ബുക്കൊക്കെ കഷ്ടം ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പായിട്ട് എഴുതി വന്നു. ഇത് വരുന്നത്. യെസ്. പക്ഷെ അദ്ദേഹം സംസ്ഥാന അവാർഡല്ല, ദേശീയ അവാർഡ് വരെ വാങ്ങിച്ചു. യെസ്. അപ്പൊ എന്താ അലിമ വേണ്ടത്? ചമ്മുക എന്ന് പറഞ്ഞ സംഗതി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങോട്ട് കയറുക, പറയാൻ പറ്റുന്ന പോലെ അങ്ങോട്ട് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ അല്ലേ, അതൊക്കെ റെഡിയാണ്. യെസ്. പേടിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്നു. മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. സമയവും കാലവും ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എത്രയോ നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. ശരിയല്ലേ? എത്രയോ നല്ല ഗോൾഡൻ ചാൻസുകൾ, ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ വൈകി പോയപ്പോൾ ആ ഗോൾഡൻ ചാൻസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വൈകിപ്പോയി. ശരിയായ സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനം ചെറുതായിരുന്നു പാളിപ്പോയി. അന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറെ ശരിയുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി അത് ശരിയല്ല, അത് തെറ്റായിരുന്നു, വേറെയാണ് ശരിയെന്ന്. ചില
തെറ്റുകൾ പിന്നീട് നമുക്ക് ശരികളായിട്ടും ചില തെറ്റുകൾ പിന്നീട് നമുക്ക് കാലത്തിന്റെ തികവില് ശരികളായിട്ടും ബുദ്ധിമുട്ടും. ഓക്കെ, ഇതൊക്കെ ജീവിതം പറഞ്ഞേക്കണാണ്. ഇല്ലേ സ്വപ്ന? ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ അച്ചു. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിച്ച് ഞാൻ കോളേജ് കഴിഞ്ഞ് നമ്മളെ ലാസ്റ്റത്തെ ഫെയർവെല്ലിന് വിളിക്കൂല സ്റ്റേജിലോട്ട്. അപ്പൊ നമുക്ക് സ്റ്റേജിൽ കയറി പറയാനൊന്നും കിട്ടത്തില്ല, നമ്മൾ ബബ്ബ അടിക്കും. അന്നേരം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മളെ കളിയാക്കാൻ കുറെ പേര് കാണും. അന്നേരം പിന്നെ നമ്മള് കളിയാക്കാൻ സഹിക്കാൻ വയ്യാതെ കരഞ്ഞൊക്കെ പോകുന്ന നിമിഷം വന്നിട്ടുണ്ട് എനിക്ക്. ഇപ്പോഴോ ആ ലെവലിൽ നിന്നൊക്കെ അച്ചു കയറി വന്നില്ലേ? എന്തോ ഇപ്പൊ ആ ലെവലിൽ നിന്നൊക്കെ കയറി വന്നില്ലേ? കേറി വന്നോന്ന് ചോദിച്ചാ കുറച്ചൊക്കെ, പക്ഷെ ഒരു വിറയിൽ ഇങ്ങനെ കിടക്കുക. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ പറഞ്ഞു. ആരെങ്കിലും കളിയാക്കുവോ, സ്റ്റേജിൽ കയറി ഇവള് പൊട്ടത്തരം പറയുമോന്നൊക്കെ ഒരു പേടിയാ. എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ ചിന്തിക്കേണ്ട എന്താണ്? ഓക്കെ അനിമയ, ഓക്കെ സോറി, ഓക്കെ ഓക്കെ ഓക്കെ. അനിമയുടെ ഈ ഇത് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വേദിയാന്ന് വിചാരിച്ചാണ്. എപ്പോഴും നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ വിചാരിക്കേണ്ടത് ഇത്തിരി വിവരം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമല്ല, എന്റെ മുന്നിലിരിക്കുന്നവരൊക്കെ മട്ടമാകണം. ഈ ഒരു ചിന്തയോടുകൂടി അത് എടുക്കുകയാണ്. അതല്ലെങ്കിൽ കുഴപ്പമെന്താ പറയുന്നത്, നമ്മൾ സ്റ്റേജിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർ, വേറെ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് പീപ്പിൾ നമ്മൾ കാണും. അപ്പൊ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി, ഇത്തിരി വിവരവും ബോധമുണ്ടെങ്കിൽ അത് ഇരിക്കുള്ളൂ, ഈ കുറെ മണ്ടന്മാരോട് ഞാനത് പറയും. ആ രീതിയിലാണ് പറഞ്ഞു. കറക്റ്റാണ്. ഇറങ്ങി വരുമ്പോ അപ്പൊ ചോദിക്കും, എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം, ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ പേടിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോ ഉണ്ണിമായ അല്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്? അഭിനയത്തത് ഐശ്വര്യ പറയൂ. സാഹിലത്തെ യു ഗെറ്റ് റെഡി. ഓക്കെ ഐശ്വര്യ. I don't have four-wheeler license. I don't have four-wheeler license. Okay. I don't have a car. Yes. I don't have mother. Yes. I don't have any experience in teaching. I don't have any experience in teaching. ആരും പറയാത്തതാണ് പറഞ്ഞേ. Okay. I don't have complaints to anyone. Okay. Very good ഐശ്വര്യ, രസകരമായിട്ട് പറഞ്ഞു. Okay. നികിത, യു ഗെറ്റ് റെഡി. സാഹിലത്തെ പറഞ്ഞോളൂ. I don't have air fryer in kitchen. I don't have a scooter. I don't have a curly hair. Okay. I don't have a makeup box. Okay. I don't have a diamond ring. Diamond ring. I don't have a diamond ring. Okay. Very good. Okay, Sagilathe, very good. Anu, you get ready. Nikita, പറഞ്ഞോളൂ. I don't have a laptop. I don't have a bicycle. I don't have a good communication skill. I don't have a job. I don't have a degree qualification. I don't have a pet dog. I don't have a AC in room. Okay, Nikita, very good. നന്നായിട്ട് പറഞ്ഞു. ഇതിലെ വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, നികിത. സനിത, യു ഗെറ്റ് റെഡി. അനു, സ്റ്റാർട്ട്. So I don't have any bad experience at workplace. I don't have any bad experience at workplace. മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല. Okay, very good. I don't have a lot of options. I don't have to wear uniform in class. I don't have a lot of friends, but I have the best one. I don't have much time. I don't have any further ideas. I don't have any further ideas. Okay. Very good. Okay, I know. Variety. Very good. Reshma, you get ready. Sanida, you start. Yes, sir. I don't have a brother. I don't have a neighbors. I don't have a iPhone. I don't have a job. I don't have a
Guard. Yes. I don't have neighbors. അയൽക്കാരും ഇല്ലേ? ഇല്ല. ഇല്ല. എവിടെയാണ് സനിത താമസിക്കുന്നത്? കാസർഗോഡ്. കാസർഗോഡ്. ഓ യെസ്. യെസ്. ആദിത്യ, യു ഗെറ്റ് റെഡി. രേഷ്മ പറഞ്ഞോളൂ. I don't have good spoken English language. Yes. I don't have pets. Yes. I don't have bad habits. I Yes, I have don't have scooty, bad habits. Okay. hair. I have Yes, bad okay. memories in my life. I don't have good I don't job. have bad memories in my life. Okay. I don't have good job. Yes. I don't have good job. Yes. ജോലി ഉണ്ട്, ഗുഡ് ജോബ് ആയിട്ടില്ല. ഓക്കെ രേഷ്മ, വെരി ഗുഡ്. നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞിട്ടോ. ഹസീന, യു ഗെറ്റ് റെഡി. ആദിത്യ പറഞ്ഞോളൂ. I don't have a sister. Yes. I don't have a brother job. വന്നു. Yes. Okay. I don't have a good job. Yes. I don't have a gold chain. Yes. I don't have a scooty. Yes. I don't have a hair. Yes. Long hair. Yes. Okay, Aditya. Very good. Alisa, you get ready. Hasina, start it off. Okay, sir. I don't have enough money to buy a new phone. Oh, yes. I don't have enough money to buy a new phone. Okay. I don't have the confidence to drive. I don't have the confidence to drive. Okay. I don't have any control over my emotions. Oh. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഹസീന വേറെ ലെവലുള്ള ആരും പറയാതെ I don't have any control over my emotions. Very good. Okay. I don't have any expectations from others. Yes. Oh. I don't. Yes. ഹസീന റേഞ്ച് വേറെയാണ്. ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല ഹസീന കേട്ടോ. I don't have any expectation from others. മറ്റുള്ളവരിൽ നിന്ന് ഞാനൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. യെസ്, പ്രതീക്ഷിച്ചാലാണ് നമുക്ക് നിരാശ വരുള്ളൂ. നിരാശ വന്നാലേ സങ്കടം വരുള്ളൂ. ഓക്കെ, ഒരു പ്രതീക്ഷയില്ല. വെരി ഗുഡ്. ഹസീനയുടെ ലെവൽ ഓഫ് തോട്ട് വേറെയാണ്. വെരി ഗുഡ്. ഓക്കെ ഹസീന. I don't have the power to change my past mistakes. വീണ്ടും ഹസീന ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. I don't have the power to change my past mistake. പഴയ തെറ്റുകൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള മനസ്സിൽ. യെസ്. ഓക്കെ. Okay, thank you. ഓക്കെ ഹസീന വേറെ ലെവലാണ്. പറഞ്ഞത് മുഴുവനും വെറൈറ്റി ആയിരുന്നു. ഓക്കെ. ഷെനി റോജി, യു ഗെറ്റ് റെഡി. അലീസ പറഞ്ഞോളൂ. Okay. I don't have enough patience. I don't have patience എന്നാണ് ഉദ്ദേശിച്ചത്. ക്ഷമയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് വലിയ ക്ഷമയൊന്നുമില്ല. യെസ്. ഓക്കെ. വെരി ഗുഡ്. I don't have a Royal Enfield. I don't have Royal Enfield. ബ്രാൻഡഡ് ഐറ്റം ആണ് പറഞ്ഞത്. ഓക്കെ. I don't have enough sleep 8 hours. Yes. Okay. I don't have any moment to remember in my childhood. Yes. I don't have any moment to remember. Okay. I don't have a humor sense. Yes. I don't have time to hate people who hate me. Oh. വേറെ ലെവൽ ഹസീന. ഏതാണ്ട് ഒരടുത്ത് പിടിച്ചു പറ്റുന്നത് കേട്ടോ. I don't have the mind to hate people who hate me. Yes, very good. I don't have negative thoughts. I don't have negative thoughts. Very Thanks, good. sir. ഈ അതിന് മുമ്പ് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നില്ല, ഏറ്റവും അവസാനത്തിന് മൂന്നാമത്തെ പറഞ്ഞത് I don't have a humor sense. ഹ്യൂമർ സെൻസ്. ഈ ഹ്യൂമർ സെൻസ് ഇല്ല എന്ന് പറയണില്ലേ, അതൊരു ഹ്യൂമർ സെൻസ് ആണ്. ഒരിക്കല് വളരെ നിരാശയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ വിഷമിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, അപ്പൊ എനിക്കൊന്ന് സന്തോഷിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എനിക്കും ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഇപ്പോ എന്റെ അപ്പുറത്തൊരു തിയേറ്റർ ഉണ്ട്, അവിടെ ചാർലി ചാപ്പിളിന്റെ നാടകങ്ങൾ വരും, ഞാൻ അത് പോയി കാണും. അത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നാന്ന് പറയണം. അപ്പൊ ഈ വന്ന ആള് പറയണ്, അതിൻ്റെ അകത്ത് ചാർലി ചാപ്പിളിനായിട്ട് അഭിനയിക്കുന്ന ആള് ഞാനാണ് ചാർലി ചാപ്പിൾ. അപ്പൊ ഒരുപാട് പേര് ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷെ പുള്ളി പറയണ ഐ ആം നോട്ട് ഫീലിംഗ് ഹാപ്പി.
യെസ്. നയന, യു ഗെറ്റ് റെഡി. ശനി പറഞ്ഞോളൂ. I don't have a good book collection. I don't have a good book collection. ആരും പറയാത്തതായിട്ടാ പറഞ്ഞത്. വെരി ഗുഡ്. I don't have dancing skill. I don't have dance skill. അത് ആരും പറയാത്തതാണ് പറഞ്ഞത്. വെരി ഗുഡ്. I don't have say no to others. ഓ, നോ ഞാൻ ആരോടും പറയാറില്ല. വെരി ഗുഡ്. യെസ്. I don't have writing skill. I don't have writing skill. Okay. I don't have patience. I don't have patience. ക്ഷമയില്ല. യെസ്. ഓക്കെ, ക്ഷമയൊക്കെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷൈബ, യു ഗെറ്റ് റെഡി. നയന പറഞ്ഞോളൂ. Okay, sir. Yes. I don't have two-wheeler license. ഓക്കെ. I don't have bangles for wear. ഓ, ആരും I പറയാത്ത. don't have I don't have bangles. ഓക്കെ. I don't have any knowledge about today's news. യെസ്. ഓ, I വെരി don't ഗുഡ്. I don't have a good mentor in my life. യെസ്. I don't have enough experience in teaching field. യെസ്. ഓക്കെ. Thank you. ഓക്കെ. ഇതൊക്കെ മെമ്മറിയിൽ ഈ മോണ്ടിസോറി ക്ലാസ് ഇരിക്കുന്നത് പിന്നീട് നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു മെമ്മറിയാണ് നയന. ഇതും ആ 23 പേരെയൊക്കെ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഓർക്കുന്ന നയന. ഡോണ്ട് വറി. യെസ്. വിദ്യ, യു ഗെറ്റ് റെഡി. സഹിബ പറഞ്ഞോളൂ. Sir, ആ. I don't have a car. I don't have a Car. yes. I don't have money. Yes. I don't have a laptop. Yes. I don't have a big house. Yes. I don't have your phone number. Yes. Very good. I don't have driving license. Okay. I don't have a job. Yes. അതെ, ഇപ്പോ സൈബ് പോലെ I don't have a big house എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു മീറ്റിംഗിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് ഒരു സൗഹൃദ കൂട്ടായ്മയിലെ ക്ലബിന്റെ, ഞാൻ പണ്ടതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടില്, വളരെ റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിലാണ്, വളരെ റിച്ച്. അപ്പൊ ആ വീട്ടില് അയാളുടെ വൈഫ് നിയർലി ഒരു 55-50 years ഓഫ് ഓൾഡ് ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കുറെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലബിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പരിപാടിയുടെ ഇടയ്ക്ക് അവിടുത്തെ വീട്ടുകാരന്റെ ഭാര്യയോട് പറഞ്ഞ് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ആ പെൺകുട്ടി വന്നിട്ട് എനിക്ക് പാടാനുള്ള ധൈര്യമൊന്നുമില്ല, നേരത്തെ അലീമ പറഞ്ഞതുപോലെ എനിക്ക് ധൈര്യമൊന്നുമില്ല, ഞാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും നിർബന്ധിച്ചു. അല്ലേ, സ്റ്റേജ് ഒന്നുമില്ല, ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഈ പരിപാടി കിടക്കുന്നത്, മുറ്റത്ത് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഓക്കെ, ലാസ്റ്റ് നിർബന്ധിച്ച് ഞാൻ പാടാം എന്ന്. അന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പറ്റുന്ന അടുത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വന്ന് പാട്ട് പാടി. പാട്ട് പാടാനായിട്ട് നിന്നപ്പോ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നോണ്ട് പാടണമെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞ് നിന്നോണ്ട് പാട്, എന്നാലേ പാട്ടിനൊരു ഭംഗിയുണ്ടാവുള്ളൂ. 2 വരി അത് പാടി. 2 വരി അത് പാടിക്കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചത് അത് പാട്ട് പാടുന്നതിന്റെ ഒരു ശൈലിയിലൂടെ വന്നാണ്. പക്ഷെ അതങ്ങനെ മറിഞ്ഞങ്ങോട് വീണാടെ വെച്ചു, ഓൺ ദ സ്പോട്ടിൽ വെച്ചു. ആ മറിഞ്ഞങ്ങനെ വീണില്ലേ, അപ്പൊ വിളിച്ചു. നമ്മളെ ഇപ്പൊ ഈ സൈബ് പറഞ്ഞിട്ട് I don't have a big house എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോ ഓർക്കുന്നു, എത്ര സന്തോഷത്തോടും ആ ഇന്നലെ മൊത്തം സൈഡായി പോയി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറുപ്പം അവിടെ പോയി എന്ന് പറഞ്ഞു. ഇന്ന് 3:30 അതിന്റെ ശവസംസ്കാരമുള്ള കുട്ടികൾ. യെസ്, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെയുള്ളൂ മനുഷ്യന്റെ കാര്യം. യെസ്. അപ്പൊ സൈബ, നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് വെച്ചിട്ട് അപ്പൊ വല്ലവരോടൊക്കെ നിങ്ങൾക്ക് വല്ല മനസ്സിൽ വല്ല ദേഷ്യത്തില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടാ. യെസ്, എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിടിപാടുമില്ല. യെസ്, കാർഡിയാക് അറസ്റ്റ്, നമ്മുടെ ആ കോവിഡ് സമയത്ത് ഇഞ്ചക്ഷന്റെ ഇഫക്റ്റ് പല ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് കോട്ടാവുന്ന അത് കോടതിയിൽ അവർ സമ്മതിച്ചാണ്, അതിന് ആ സൈഡ് എഫക്ട് ഉണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ കോടതി ആ മരുന്നിലുണ്ടെങ്കിൽ. പിന്നെ അന്ന് വേറെ നിവൃത്തിയില്ലാത്തതോടെ നമ്മളൊക്കെ എടുത്തു, ഞാനും എടുത്തിട്ടുണ്ട്. യെസ്. അപ്പോ നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്ത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം ഭയങ്കര കൂടുതലല്ലേ, വളരെ കൂടുതലാണ്. അതുപോലെയുള്ള അൾസിമേഴ്സ്, ഈ രണ്ടും അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ സൈബ് ഇപ്പൊ I don't have a big house എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. യെസ്, ഓക്കെ. അതൊരു
വാക്കായിട്ട് പറഞ്ഞതാണ്. പൊതുവായിട്ട് പറഞ്ഞു. ഇത് ഇന്നലെ ഞാനത് നേരിട്ട് ഞാൻ അനുഭവിച്ചൊരു ഫീലിങ്സ് പറഞ്ഞാണ്. യെസ്, റിയലി ഞാൻ ഇരിക്കലേ എൻ്റെ അകത്ത്. യെസ്, ഓക്കെ ഓക്കെ. സൈബർ, അലീമ, യു ഗെറ്റ് റെഡി. വിദ്യ, സ്റ്റാർട്ടിങ്. Sorry, sir. I don't have right now because I'm in office. Yes, okay. Continue. ഞാൻ ഓഫീസിലായോണ്ടാ ഞാൻ ക്ലാസ് കേൾക്കാന്ന് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കോ. Okay, 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 okay. No problem. Okay, Vidya, no problem. Yes. Sorry, sir. Okay, okay. അപ്പൊ വിദ്യ ഓഫീസിലാണ്, എന്നാലും അവിടെ നിന്ന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ 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 ഓക്കെ. സ്വപ്ന, യു ഗെറ്റ് റെഡി. അലീമ, പറഞ്ഞോളൂ. I don't have much money now to spend for this bill. Yes, I don't have much money. Yes. How to spend for this bill. I don't have a better education to apply for that job. Yes, okay. I don't have a boy child. I have only Yes. girls. Yes. I don't have much knowledge to teach them. Yes. Then I don't have stage fear. And then sir. Okay, okay. I don't have stage fear. അപ്പൊ അലീമ പഠനം കാണുമ്പോൾ തന്നെ അറിയാം യു ഡോണ്ട് ഹാവ് സ്റ്റേജ് ഫിയർ. യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റാംസി കെയും യു ഗെറ്റ് റെഡി. സ്വപ്ന പറഞ്ഞോളൂ. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ. Sir, I don't have vehicles. I don't have any domestic animals in my house. I don't have any gardens. I Yes. don't have time to watch the TV. I don't have any happiness in my life. ഓ, എന്താണ് ലാസ്റ്റ് അങ്ങനെ ആയത് സ്വപ്ന? ഐ ഇല്ല ഡോണ്ട്. sir, ഹാപ്പിയാണ്. ഞാൻ വേർഡ്സ് ചുമ്മാ ഉണ്ടാക്കിയതാ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ബി ഹാപ്പി. നമ്മളായിരിക്കുന്ന അവസ്ഥ പൊതുവായിട്ട് പറഞ്ഞാൽ സന്തോഷം കണ്ടെത്തുക. യെസ്, പണ്ട് ഒരു കൈക്കൂലിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് പണി കൊടുത്താലും അയാള് അവർക്ക് കൈക്കൂലി മേടിക്കും. അപ്പൊ രാജാവ് നോക്കിയിട്ട് ഇയാളുടെ കൈക്കൂലി മാറ്റാനായിട്ട് ഒരു കൈക്കൂലി വായിക്കുന്ന സ്വഭാവം. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വേറെ ഒരു പണിയും ചെയ്യണ്ട, രാവിലെ തന്നെ കടപ്പുറത്ത് പോയി നിൽക്കുക, എന്നിട്ട് അവിടെ അടിക്കുന്ന തിരമാലകൾ എത്രയെന്ന് എണ്ണുക. എണ്ണിയിട്ട് വൈകുന്നേരം വന്നിട്ട് രാജകൊട്ടാരത്തിൽ വന്ന് പറയുക, ഇത്ര തിരമാലകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം. അത് മാത്രം. അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ പുള്ളി ആരുടെയൊന്നും കൈക്കൂലി വായിക്കാൻ പറ്റില്ല. ജനങ്ങളുമായിട്ട് ഇടപെടാത്തൊരു ജോലി കൊടുക്കണം. അപ്പൊ പുള്ളി ഇങ്ങനെ തിരമാല എണ്ണിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് അതിന്റെ ഫ്രണ്ടിലൂടെ ഒരാൾ വഞ്ചിക്ക് പോവുകയാണ്. ഇയാളെ വഞ്ചിക്കാരനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, രാജാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ തിരമാല എണ്ണിക്കൊണ്ടിരിക്കുന്നു. നീ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോ എന്റെ എണ്ണം തെറ്റിപ്പോയി. നീ കാരണം എന്റെ എണ്ണം തെറ്റി എന്നുള്ള കാര്യം ഞാൻ ചെന്ന് കൊട്ടാരത്തിൽ പറഞ്ഞ നിന്റെ തല കാണൂല. അപ്പൊ എന്ത് വേണം? ഞാൻ ചെന്ന് പറയണോ വേണോ? പറയാതിരിക്കണോ? പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് എന്ത് തരും? യെസ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യണം? അവിടെയും കൈക്കൂലി വാങ്ങിക്കാനായിട്ടൊരു മാർഗം പുള്ളി കണ്ടെത്തി. ഞാനിപ്പോ നേരത്തെ സ്വപ്ന പറഞ്ഞത് നമ്മളായിരിക്കുന്ന അവസ്ഥയില്ല, അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ സന്തോഷിക്കുക. റാസ്മി, സ്റ്റാർട്ട്. മുംഷിദ്, യു ഗെറ്റ് ഇറ്റ്. Okay, sir. Okay. I don't have a car. Yes, okay. I don't have a big house. I don't have money. Yes. I don't Yes. have a brother. I don't have a Yes. job. I don't have Yes. to go anywhere. Yes. I don't have a problem. Yes. I don't have time to play. Yes. Okay, 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 okay. മുംഷിദ് പോയി എന്ന് തോന്നുന്നു. ഓക്കെ. യെസ്. അപ്പോ ഞാൻ എല്ലാവരും പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് വേണ്ടി പറയിപ്പിച്ചാണ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസും ഇതൊക്കെ നിങ്ങൾക്ക് വരും, അതുകൊണ്ട് പറയിപ്പിച്ചാണ്. യെസ്. അപ്പൊ ഇനി നമുക്ക് പുതിയ വിഷയങ്ങളായിട്ട് നമുക്ക് വരാം. അപ്പൊ നമുക്കിനി നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ പറയാം. അതായത് കോൺകോർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ഒന്ന് രണ്ട് സെന്റൻസ് നമുക്ക് ചെയ്യും. എഴുതിയോ? The cricket, CRICKETER,
the cricketer, and writer, W-R-I-T, writer, dash, in town, T-O-W-A, in town, today. Bracket is, comma, R. Okay, is, R എന്നുള്ളൊരു പകരം ഹാസോ ഹാവോ വേണമെങ്കിൽ വരാം, ഡുവോ ഡസോ വരാം. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സിംഗുലർ ആണെങ്കിൽ ഇത്, പ്ലൂറൽ ആണെങ്കിൽ ആർ. അപ്പോ രേവതിയോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ക്രിക്കറ്റർ, ക്രിക്കറ്റ് കളിക്കാരനും എഴുത്തുകാരനും ഇന്ന് ടൗണിലുണ്ട്. ആർ ഇൻ ദ ടൗൺ. ഓക്കെ, നിൽക്കട്ടെ. രേവതി, ഞാൻ എന്റെ ശരിയാണോ തെറ്റാണെന്ന് പറയുന്നില്ല. അച്ഛനോട് നമുക്ക് ചാൻസ് കൊടുക്കാം. അച്ചു പറഞ്ഞോ. The cricket and writer are town today. ഓക്കെ, അപ്പോ രേവതി പറഞ്ഞ അഭിപ്രായത്തോട് അച്ഛനും യോജിച്ചു. മുംതാസെ? ആറില് ഉറപ്പിച്ചു അല്ലേ? ഇനിയിപ്പോ രണ്ടുപേര് ആറിൽ നിൽക്കുന്നത് ഞാനായിട്ട് അവർക്കെതിരെ പറഞ്ഞിട്ട് അതൊരു പ്രശ്നമാക്കാം. അപ്പൊ മുംതാസം എന്ത് ചെയ്തു? മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ആറിൽ തന്നെ. രണ്ടാളല്ലേ, ഒരു കോമൺ ആയി പറയുന്നില്ലല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടുപേരും രണ്ടാള് അല്ല, ഒരാളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ? ഒന്ന് ക്രിക്കറ്റർ, പിന്നെ റൈറ്റർ. ആ രണ്ടാമത് റൈറ്ററിന് എഴുതിയില്ലേ? ആ റൈറ്ററിന് എഴുതിയതിന് മുന്നില് ദി എന്നുകൂടി വന്നാലേ രണ്ടുപേരാവും. ദ ക്രിക്കറ്റർ ആൻഡ് ദി റൈറ്റർ, അപ്പൊ രണ്ടുപേരായി. മറിച്ച് ദ ക്രിക്കറ്റർ ആൻഡ് റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിക്കറ്ററും റൈറ്ററുമായിട്ടുള്ള ആളാണ്. ഒരു ആർട്ടിക്കിൾ ദി വരുമ്പോൾ ഒരു വ്യത്യാസം കണ്ട. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഈസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ സൈഡിലോട്ട് കുറിച്ച് വെച്ചു. ദി ക്രിക്കറ്റർ, ദി റൈറ്റർ എന്ന് പറയുമ്പോൾ മാത്രമാണ് രണ്ടുപേരാവുന്നത്. അല്ല എങ്കിൽ അത് രണ്ടും ഒരാളാണ്. നമ്മൾ നേരത്തെ ബ്രെഡ് ആൻഡ് ബട്ടർ പറഞ്ഞില്ലേ, സോഡ ആൻഡ് ബ്രാൻഡി പറഞ്ഞില്ലേ, റൈസ് ആൻഡ് കറി പറഞ്ഞില്ലേ, അതുപോലെ. സാർ, ഈസ് ഇൻ ടൗൺ ടുഡേ എന്ന് വരുമോ? എന്തോ? ഈസ് ഇൻ ടൗൺ ടുഡേ. ഈസാണ് കറക്റ്റ് ആൻസർ. രണ്ടും ഒരാളായതുകൊണ്ട് ഈസാണ് കറക്റ്റ് ആൻസർ. യെസ്. അടുത്ത ചോദ്യം താരയോടാണ്. എഴുതിക്കോ. My wife and secretary. My wife and secretary dash in Calcutta. Dash in Calcutta. My wife and secretary dash in Calcutta. താര, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. താരക്ക് എന്ത് തോന്നുന്നു? ആറ്. താരം എന്തുകൊണ്ടാണ് താര അങ്ങനെ ആറ് ഉപയോഗിക്കാൻ കാരണം? ബ്രാക്കറ്റിൽ ഈസും ആറും കേട്ടോ. ഞാൻ പറയാൻ പറ്റുമെങ്കിൽ ഈസല്ല. എന്റെ വൈഫും സെക്രട്ടറിയും. വൈഫും ഉണ്ട്, പിന്നെ സെക്രട്ടറി ഉണ്ട്. രണ്ടുപേരും കൽക്കട്ടയിൽ. അതുകൊണ്ട് നമ്മൾ ആറ് ചെയ്യുന്നു. ഉണ്ണിമായ്ക്ക് എന്ത് തോന്നുന്നു? രണ്ടും ഒരാളല്ലേ, വൈഫ് തന്നെയല്ലേ സെക്രട്ടറി? എനിക്കറിയാൻ പാടില്ല. ഞാൻ സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ള ഞാനത് പറയാം. ഓക്കെ, ഐശ്വര്യ എന്ത് വെച്ചു? ഈസ് വെച്ചു. അപ്പൊ ഞാൻ ഐശ്വര്യോട് കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഐശ്വര്യ പറഞ്ഞത് ഈ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളല്ല ഒരാളാണ് പറയുന്നത്. സെക്രട്ടറി വേറെ ആളെന്നുണ്ടെങ്കിൽ ഇത് സെക്രട്ടറി എന്ന് വന്നാനെ.
അപ്പൊ അങ്ങനെ രണ്ടുപേരെ പറയണമെങ്കിൽ എങ്ങനെ പറയേണ്ടി വന്നേനെ? My wife and the secretary യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഈസ് എന്നുള്ളത് കറക്റ്റ് ആൻസർ, അത് സമ്മതിച്ചു. നോക്കിയേ, മൈ വൈഫ് ആൻഡ് പിന്നെ പറയേണ്ടത് മൈ സെക്രട്ടറി എന്നാണ്. മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി, അപ്പോഴാണ് രണ്ടുപേരാവുന്നത്. എന്റെ ഭാര്യയും എന്റെ സെക്രട്ടറിയും. അപ്പൊ എത്ര പേരായി? രണ്ടുപേര്. യെസ്, മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി. ഇവിടെ മൈ വൈഫ് ആൻഡ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരാളാണ്. യെസ്, സൈഡിലൊന്ന് കുറിച്ചിട്ട് കേട്ടോ. മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രണ്ടുപേരാണ്. യെസ്. യെസ്, അടുത്ത ചോദ്യം സാഹിലത്തിനോടാണ്. ചോദ്യം, The philosopher, PHILOSOPHER, the philosopher and the parliamentarian, PARLIAMENTARIAN, parliamentarian dash great friends, FRIENDS, friends. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. The philosopher and the parliamentarian dash great friends, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. സാഹിലത്തെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, parliamentarian are great friends. ആറാണ് സാഹിലത്ത് പറഞ്ഞത്. നികിത അഭിപ്രായം എന്താണ്? ആറാണ്. സർ ഗ്രേറ്റ് ഫ്രണ്ട്സ് എന്നാണ്. സോ അത് പ്ലൂറൽ ഫോം ആണ്. അപ്പൊ രണ്ടും രണ്ട് വ്യക്തികളാണ്. സോ ആറാണ്. യെസ്, ഓക്കെ, ലോജിക്കായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, നോക്കിയേ, നിങ്ങളുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആറാണ്. കാരണം നോക്കിയേ, ദ ഫിലോസഫർ അപ്പൊ ഒരാളാണ്, ദി പാർലമെന്റേറിയൻ അവർ രണ്ടുപേരായി. യെസ്, നേരെ മറിച്ച് ആ രണ്ടാമത്തെ ഇതില് ദി ഇല്ലായിരുന്നെങ്കിൽ രണ്ടും ഒരാളായി. അപ്പൊ ഇത് രണ്ടുപേരാണ്. അപ്പൊ അതുകൊണ്ട് ആറാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സന്ദർഭോചിതമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ പാർലമെന്റേറിയൻ എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് സരിത. Yes, sir. Very simple ചോദ്യം. Who is the silent member in parliament? Who is the silent member in parliament? അറിയില്ല സർ. ഇവിടെ ആലോചിക്കേ, അറിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. രേഷ്മ, who is the silent member in parliament? അറിയില്ല. യെസ്, ഹസീന. വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഹസീന. ഹസീന പറയൂ. സൈലന്റ് മെമ്പർ അറിയില്ല. യെസ്, ഓക്കെ. ഇനി ഞാൻ കോമൺ ആയിട്ട് വിടാം, ആർക്കും പറയാം. ജനങ്ങൾ ഇതിനകത്ത് ഇംഗ്ലീഷ് കേട്ടോ. നിങ്ങൾ ആ വഴിക്ക് പോകണ്ട, GK-ലോട്ട് പോകണ്ട. യെസ് സർ ഡെയിലി പാർലമെന്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഡിബേറ്റ് പാർട്ടിസിപ്പേഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരെയാണോ സൈലന്റ് മെമ്പർ എന്ന് പറയുന്നത്? ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ആറാണോ അതിലെ ഐശ്വര്യ പറഞ്ഞു. പാർലമെന്റിൽ സ്പെല്ലിംഗ് ലെറ്റർ. യെസ്, വെരി ഗുഡ് ഐശ്വര്യ. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. നോക്കിയേ, നമ്മളെ പാർലമെന്റ് നമുക്ക് പറയാം, നമ്മൾ എഴുതുന്നത് പാർലിയമെന്റ് എന്നാണ്. അതിന്റെ അകത്ത് ഐ എന്ന് പറയുന്ന വേർഡ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യില്ല. ഐ ഈസ് ദ സൈലന്റ്. അപ്പൊ അതുകൊണ്ട് ഹു ഈസ്, അത് ഞാൻ പറഞ്ഞത് അങ്ങോട്ടൊന്നും പോലും GK-യോടൊന്നും പോലും, ഹു ഈസ് ദ സൈലന്റ് മെമ്പർ ഓഫ് ദ പാർലമെന്റ്?
I is the silent member of the parliament. കയ്യില് എഴുതി വെച്ചോ, ഭാവിയിലെ ടീച്ചറൊക്കെ ആകുമ്പോ വെറുതെ ഇറക്കാം. LIAMENT ആണ്. അതില് ആ എല്ല് ആയിട്ടുള്ള ഐ പ്രൊനൗൺസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഐ ഈസ് ദ സൈലന്റ് മെമ്പർ ഓഫ് ദ പാർലമെന്റ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യം ചോദിക്കും. ഇപ്പൊ സന്ദർഭോചിതമായിട്ട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. യെസ്, അതായത് ഈ 3 ബിക്കോസ് വെച്ച വാചകം ഞാൻ നിങ്ങളോട് ചോദിച്ചാണോ? ഇല്ല. അപ്പൊ മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് അഡ്ജസ്റ്റന്റ്. അതായത് നിങ്ങളൊരു സെന്റൻസ് പറയും, ആ സെന്റൻസിൽ ബിക്കോസ് വേണം. ഈ 3 ബിക്കോസ് ഒരെണ്ണം പോരാ, 3 എണ്ണം വേണം. 3 ബിക്കോസും അടുത്തടുത്ത് വരും. മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. 3 ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് പറയാം. ആ ബിക്കോസ് എന്നുള്ള വേർഡ് അടുത്തടുത്ത് വരാം. മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് അഡ്ജസെന്റിലി അടുത്തത്. കിട്ടിയ സ്വപ്നം? ട്രൈ ചെയ്യട്ടെ, എഴുതട്ടെ. ഓക്കെ, എഴുതിക്കോളൂ. അലീമ ഓക്കെ? ഇല്ല, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഒരു സെന്റൻസിൽ 3 ബിക്കോസ്. ആ സെന്റൻസിന് അർത്ഥം ഉണ്ടാവണം കേട്ടോ. വെറുതെ 3 ബിക്കോസ് ഇട്ടാൽ പോലെ അർത്ഥം വരും. A sentence with 3 because adjacent. കഴിഞ്ഞ ആർക്കെങ്കിലും പറയാട്ടോ. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. സ്വപ്ന വളരെ കാര്യമായിട്ട് എഴുതുന്നല്ലോ. പറഞ്ഞ സ്വപ്ന എവിടെ എത്തി? ഞാൻ എഴുതിയത് പറയട്ടെ. She was sick because she hadn't get good food, because she had no money. Because she had no money, because she could not go to work. Yes. സെന്റൻസ് കുഴപ്പമില്ല, പക്ഷെ ബിക്കോസ് ഒക്കെ കുറച്ച് അകലായി പോയി മാത്രമേ ഉള്ളൂ. സർ, ഞാൻ ട്രൈ ചെയ്യട്ടെ. പറഞ്ഞോളൂ. We cannot use because 3 times in a sentence because is a conjunction. Yes. അപ്പോ ഏതാണ് കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വേർഡ് പറഞ്ഞില്ലേ? ഒന്നുകൂടി പറഞ്ഞത് അനു. We cannot use because 3 times in a sentence. കഴിഞ്ഞിട്ട് എന്ത് വന്നു? 3 times വന്നു. ആ 3 times എന്നുള്ളത് അവിടെ നിന്ന് മാറ്റിയിട്ട് ആദ്യത്തെ ബിക്കോസിന് മുമ്പിൽ ചേർത്ത്. അപ്പൊ കറക്റ്റ്. There is no sentence with 3 times. അങ്ങനെയാണോ? നമുക്ക് നോക്കൂടെ. ഇന്റലിജന്റ് ആൻഡ് വെരി ഗുഡ്. ഓക്കെ, നമ്മൾ 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ്. ഓക്കെ വിദ്യ? യെസ്.
ഓക്കെ വിദ്യ, പക്ഷെ പല സ്ഥലത്തുള്ളൂ, കുഴപ്പമൊന്നുമില്ല. യെസ്, പറയുന്ന വേർഡാണ് കൺജങ്ഷൻ. ബട്ട്, ഇൻ, ഔട്ട്, അങ്ങനെ ആൻഡ്, ഇതൊക്കെ കൺജങ്ഷൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ നമ്മൾ അത് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നത്. 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല. വി കാനോട്ട് മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. അപ്പൊ അനു പറഞ്ഞത് ഞാൻ 3 ഫ്രണ്ടിലേക്ക് ഇട്ടുന്ന മാത്രമാണ്. വി കാനോട്ട് മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. കാരണം എന്താണ്? അപ്പൊ എവിടെ വന്നു? 3 ബിക്കോസും അടുത്തടുത്ത് വന്നില്ലേ? വി കനോട്ട് മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. അപ്പൊ രണ്ടാമത്തെ ബിക്കോസിന്റെ അർത്ഥം കാരണം. ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. ഓക്കെ അനു, വെരി ഗുഡ്. യെസ്. അപ്പൊ 3 ബിക്കോസ്. എവിടെയെങ്കിലും ഒക്കെ ടീച്ചറായിട്ടൊക്കെ കയറുമ്പോ പിള്ളേരെ കൊച്ചുണ്ടാക്കണ കാണുമ്പോ ഇറക്കിയിട്ട് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്നതിന്റെ പേര് പെട്ടെന്ന് നമുക്ക് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് ബാലൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. യെസ്, ആരാണ് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയുക, ക്ലോസ് ചെയ്യാം. ഞാൻ പറയാം സാർ. ഓക്കെ, Dear students, today we learn how to use I don't have in sentences. You all did very well and tried your best. Please practice making simple sentences at home. Thank you for joining the class and listening carefully. See you in the next class. Bye. Take care. Yes, very good. So we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir.